ഇന്ന് നമ്മൾ LR പാഴ്സിങ്ങിൻ്റെ തേർഡ് വേരിയൻറ്റിലെ ലാസ്റ്റ് വേരിയൻ്റാണ് നമ്മൾ നോക്കുന്നത്. ലുക്ക് അഹെഡ് LR, അതായത് LR പാഴ്സിങ്. അപ്പോൾ LR നമുക്ക് നോർമൽ സിമ്പിൾ LRുമായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പാഴ്സിങ് ടേബിൾ കൺസ്ട്രക്ഷൻ്റെ കേസിൽ മാത്രമാണ് ഡിഫറൻസ് ഉള്ളത്. അപ്പോൾ ഇത് കോമൺലി യൂസ് ചെയ്യുന്നൊരു മെത്തേഡ് തന്നെയാണ്. പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുകൊണ്ട് ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു പാഴ്സിങ് LR ഉപയോഗിച്ച് കൺസ്ട്രക്ട് ചെയ്യുന്ന പാഴ്സിങ് ടേബിൾസ് കമ്പാരിറ്റീവ്ലി സൈസ് കുറവുള്ള ടേബിൾസാണ്. അപ്പോൾ അതുകൊണ്ട് ദിസ് മെത്തേഡ് ഈസ് ഓഫൻ യൂസ്ഡ് ഇൻ പ്രാക്ടീസ്. അതിനിപ്പോൾ നമ്മൾ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ള കാനോണിക്കൽ LR പാഴ്സിങ് ടേബിളിൻ്റെ അതിൻ്റെ ആ ഒരു പ്രോസസ്സിൻ്റെ ഒരു മോഡിഫിക്കേഷൻ, ചെറിയൊരു വേരിയേഷനാണ് നമ്മൾ ശരിക്കും LR നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ കാനോണിക്കൽ LR നമ്മൾ ഉപയോഗിച്ചിരുന്നത് LR1 ഐറ്റംസിൻ്റെ സെറ്റായിരുന്നു. അപ്പോൾ LR1 ഐറ്റംസ് നമുക്കറിയാം, നമ്മളവിടെ ഓരോ ഐറ്റത്തിൻ്റെ കൂടെ 2 കമ്പോണൻസാണ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് നമ്മുടെ പ്രൊഡക്ഷനും റൈറ്റ് ഹാൻഡിൽ ഡോട്ട് ഉണ്ടാവും, റൈറ്റ് ഹാൻഡ് സൈഡിൽ എവിടെയെങ്കിലും ഡോട്ട് ഉണ്ടാവും. പിന്നെ അത് കൂടാണ്ട് ഒരു സെക്കൻഡ് കമ്പോണൻറ്റ് ടെർമിനൽ സിമ്പിൾ കൂടി നമ്മൾ ലുക്ക് അഹെഡ് സിമ്പിളായിട്ട് യൂസ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ സെറ്റിനെയാണ് നമ്മൾ സെറ്റ് ഓഫ് LR1 ഐറ്റംസ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത് LR1 ഐറ്റംസ് വിത്ത് സെയിം കോർ അല്ലെങ്കിൽ ഹാവിങ് സെയിം കോർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ഫസ്റ്റ് കമ്പോണൻറ്റ് സെയിം ആയിട്ടുള്ളവരെയാണ് സെയിം കോർ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കമ്പോണൻസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ആ സെറ്റുകളെ മെർജ് ചെയ്ത് ഒരൊറ്റ സെറ്റ് ഓഫ് ഐറ്റം ആക്കി മാറ്റുക. അതാണ് നമ്മളിവിടെ ചെയ്യുന്ന ഓപ്ഷൻ. എന്നുവെച്ചാൽ ശരിക്കും കാനോണിക്കൽ LRൻ്റെ ഒരു മോഡിഫിക്കേഷനാണ്. അപ്പോൾ കാനോണിക്കൽ LRൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ സെയിം ഫസ്റ്റ് കമ്പോണൻ്റ് ആണ്, പക്ഷേ സെക്കൻഡ് കമ്പോണൻറ്റ് ഡിഫറെൻ്റ് ആണെങ്കിൽ നമ്മളത് ഡിഫറെൻറ്റ് സെറ്റായിട്ട് തന്നെയായിരുന്നു കീപ്പ് ചെയ്ത് പോരുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് നമ്മളിവിടെ മോഡിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതായത് സെയിം കോർ എന്ന് പറയുമ്പോൾ സെയിം ആയിട്ട് വരുന്ന ഫസ്റ്റ് കമ്പോണൻസ്. നമ്മളുടെ ഐറ്റംസിൻ്റെ കേസിൽ ഫസ്റ്റ് കമ്പോണൻറ്റ് സെയിം ആണ്, പക്ഷേ സെക്കൻഡ് കമ്പോണൻറ്റ് ഡിഫറെൻ്റ് ആണ്. അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പം ഈ സെയിം ഫസ്റ്റ് കമ്പോണൻ്റ് ആണെങ്കിൽ നമുക്ക് സെയിം കോർ എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ സെയിം കോർ ആയിട്ടുള്ള ഐസെറ്റുകളെ നമ്മൾ മെർജ് ചെയ്ത് ഒന്നാക്കി മാറ്റുക. അതാണ് ഇവിടെ ഉപയോഗിക്കുന്ന ഒരു അപ്രോച്ച്. നമ്മൾ കഴിഞ്ഞ നേരത്തെ പറഞ്ഞ കാനോണിക്കൽ LRൻ്റെ കേസിലുണ്ടായിരുന്ന എക്സാമ്പിൾ തന്നെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. എസ് ഗിവിങ് ക്യാപിറ്റൽ C ഗിവിങ് സ്മോൾ c ക്യാപിറ്റൽ C ഓർ D. അപ്പോൾ ഇത് നമ്മൾ ഓഗ്മെൻറ്റ് ചെയ്ത പ്രൊഡക്ഷനാണ്, ഓഗ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഗ്രാമറാണ് ഈ കാണിച്ചിട്ടുള്ളത്. S' ഗിവിങ് S എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഗ്മെൻറ്റ് ചെയ്ത പ്രൊഡക്ഷൻ. ഇതിൽ നിന്ന് നമ്മൾ പ്രൊസീജിയർ അല്ല അൽഗോരിതം യൂസ് ചെയ്ത് ക്ലോഷർ ഉപയോഗിച്ചു. ആദ്യം ഫസ്റ്റ് സെറ്റ് I0 കണ്ടുപിടിച്ചു. ഈ ഫസ്റ്റ് ഓഗ്മെൻറ്റ് ചെയ്ത പ്രൊഡക്ഷൻ്റെ നമ്മൾ റൈറ്റ് ഹാൻഡിൽ ഡോട്ട് ആഡ് ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ ക്ലോഷർ കണ്ടുപിടിക്കുന്നു. അതാണ് നമ്മൾ I0 എന്ന് പറഞ്ഞാൽ റിസീവ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് I1 കിട്ടി, I2 കിട്ടി, I3, I4, I5, I6, I7, I8, I9 വരെ നമുക്ക് കിട്ടുന്നുണ്ട്. മൊത്തം കമ്പ്യൂട്ടേഷനിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഗോ ടു ആണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും I3യും I6ഉം കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കിയാൽ C ഗിവിങ് സ്മോൾ c ഡോട്ട് ക്യാപിറ്റൽ C, ഇവിടെയും അതേ പ്രൊഡക്ഷൻ തന്നെ. C ഗിവിങ് ഡോട്ട് സ്മോൾ c ക്യാപിറ്റൽ C, അതിവിടെ നമുക്ക് സെക്കൻഡ് ആയിട്ട് കാണാം. C ഗിവിങ് ഡോട്ട് D ഉണ്ട്, ഇവിടെ നമുക്ക് C ഗിവിങ് ഡോട്ട് D ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് കമ്പോണൻറ്റ് രണ്ടിൻ്റെ കേസിലും സെയിം ആണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സെയിം കോർ എന്ന രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ സെയിം കോർ ആണെങ്കിൽ സെക്കൻഡ് കമ്പോണൻറ്റ് നോക്കിയാൽ ഇവിടെ നമുക്ക് C ഓർ D ആണ്, ഇവിടെ നമുക്ക് ഡോളറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്സിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നതിന് പകരം നമ്മളതിനെ മെർജ് ചെയ്ത് ഒന്നാക്കി മാറ്റുക. അതായത് I3യെയും I6ൻ്റെയും കൂടി മെർജ് ചെയ്യുക. ഇനി അതുപോലെ തന്നെ നമുക്ക് I4ഉം I7ഉം നോക്കിയാൽ ഇവിടെ കണ്ടോ C ഗിവിങ് D ഡോട്ട്, ഇവിടെയും C ഗിവിങ് D ഡോട്ട്. അപ്പോൾ I4നെയും I7നെയും കൂടി നമ്മൾ മെർജ് ചെയ്ത് ഒരൊറ്റ സെറ്റാക്കി മാറ്റുക. അതുപോലെ ഒരു പേർ കൂടി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് I8 ഉണ്ട്, ഇവിടെ നമുക്ക് I9 ഉണ്ട്. രണ്ടിടത്തും സെയിം പ്രൊഡക്ഷനാണ്. അപ്പോൾ അതിനെ നമുക്ക് ഇതുപോലെ തന്നെ മെർജ് ചെയ്ത് ഒരു സെറ്റാക്കി മാറ്റാം. അപ്പോൾ ഇൻ എഫക്റ്റിൽ നമ്മളുടെ സ്റ്റേറ്റുകളിലാണ് നമുക്ക് കുറഞ്ഞു കിട്ടും. അപ്പോൾ LR എന്ന് പറഞ്ഞാൽ കാനോണിക്കൽ LRൻ്റെ മോഡിഫിക്കേഷനാണ്. കാനോണിക്കൽ LRൻ്റെ പ്രോസസ്സിങ് തന്നെ നമുക്ക് ക്ലോഷർ ഓഫ് അല്ലെങ്കിൽ LR1 ഐറ്റംസിൻ്റെ കളക്ഷൻ ഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഇനി ആ കിട്ടുന്ന സെറ്റുകളിലാണ് കോമൺ കോറിൽ, അതായത് കോമൺ ഫസ്റ്റ് കമ്പോണൻസ് ഉള്ള സെറ്റുകളെ ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് അവരെ നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് ഒറ്റ സെറ്റാക്കി മാറ്റുക. അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞ എക്സാമ്പിളിനകത്ത് I4ലും I7ലും ഈ ഒരു കോറായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ I3ലും I6ലും ഈ കോർ തന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ രണ്ടിടത്തും ഉള്ള ഫസ്റ്റ് കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ഈ സെയിം തന്നെയായിരിക്കും. അതുപോലെ I8, I9ൻ്റെ കേസിൽ ഈ ഒരു കോറാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കോർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സെറ്റ് ഓഫ് LR0 ഐറ്റംസ് for the grammar, and that an LR1 grammar may produce more than 2 sets of items with the same core.
അപ്പോൾ കോർ എന്ന് പറഞ്ഞാൽ ഇസ് എ സെറ്റ് ഓഫ് LR0 ഐറ്റംസ് ഫോർ ദ ഗ്രാമർ. നമുക്ക് കാണാമല്ലോ സി ഗിവിങ് ഡി ഡോട്ട്, അതുപോലെ ഈ കാണുന്ന എല്ലാം നമുക്ക് LR0 ഐറ്റംസ് ആണ്. നമ്മൾ സെക്കൻഡ് കമ്പോണന്റ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല. അല്ല ഫസ്റ്റ് കോർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കമ്പോണന്റ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് LR0 ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ കോർ ഈസ് എ സെറ്റ് ഓഫ് LR0 ഐറ്റംസ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു, കാനോണിക്കലിൽ നമ്മൾ പഠിച്ചതാണ് LR1 ഗ്രാമറിൻ്റെ കേസ്. അപ്പോൾ LR1 ഗ്രാമറിലാണെങ്കിൽ ഇറ്റ് മേ പ്രൊഡ്യൂസ് മോർ ദാൻ 2 സെറ്റ്സ് ഓഫ് ഐറ്റംസ് വിത്ത് ദ സെയിം കോർ. അപ്പോൾ നേരത്തെ കണ്ടു, ഇതിനകത്ത് കണ്ടു ഇവിടെ ഇപ്പം ഒരേ കോറുള്ള പല സെറ്റുകളുണ്ട്. അപ്പോൾ ഇവിടെ I3യും I6ഉം സെയിം കോറാണ്, പക്ഷേ നമ്മൾ ഡിഫറെൻറ്റ് സെറ്റുകളായിട്ടാണ് നമ്മൾ ഈ LR1 കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ I4ഉം I7ഉം ആണെങ്കിലും I8ഉം I9ഉം ആണെങ്കിലും ഒക്കെ നമ്മൾ 2 സെപ്പറേറ്റ് സെറ്റുകളായിട്ട് തന്നെയാണ് കീപ്പ് ചെയ്യുന്നത് ഇൻ ദ കേസ് ഓഫ് കാനോണിക്കൽ LR1. ഗോ ടു ഓഫ് I, Xന്റെ കോർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഐയുടെ കോറിനെ തന്നെയായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ മെർജ് സെറ്റിൻ്റെ ഗോ ടു നമുക്ക് അതുകൊണ്ട് തന്നെ മെർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഗോ ടു ഫംഗ്ഷനെ റിവേഴ്സ് ചെയ്യാണ്, ആക്ഷൻ ഫംഗ്ഷനെ റിവേഴ്സ് ചെയ്യാണ്. അപ്പോൾ ഗോ ടു ഫംഗ്ഷനിൽ ഇപ്പോൾ I3യും I6ഉം തമ്മിലാണ് മെർജ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ അതിൽ വരുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗോ ടു പോർഷൻ നമുക്ക് മെർജ് ചെയ്യാം. ഇനി ആക്ഷൻ പാർട്ടൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ I3യും I6ഉം ആണ് മെർജ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ 3 വരുന്ന എല്ലാ സ്ഥലത്തും അതുപോലെ 6 വരുന്ന I6 ഉപയോഗിക്കുന്ന എല്ലാ സ്ഥലത്തും അവിടെ എല്ലാം നമ്മൾ എന്ത് ഉപയോഗിക്കണം, I36 ഉപയോഗിച്ച് നമ്മൾ അതിനെ റീറൈറ്റ് ചെയ്യണം. അപ്പോൾ ആക്ഷൻ ഫംഗ്ഷൻസ് ആർ മോഡിഫൈഡ് ടു റിഫ്ലക്ട് ദ നോൺ എറർ ആക്ഷൻ ഓഫ് ഓൾ സെറ്റ് ഓഫ് ഐറ്റംസ് ഇൻ ദ മെർജർ. അപ്പോൾ മെർജറിൽ ഇപ്പോൾ I3യും I6ഉം ആണുള്ളതെങ്കിൽ I3 എവിടെ വരുന്നു, I6 എവിടെ വരുന്നു, ആ എല്ലാ ലൊക്കേഷൻസിലും നമ്മൾ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യണം, അതിൻ്റെ മെർജ്ഡ് വേർഷൻ ആയിട്ടുള്ള I36 ഉപയോഗിച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യണം അല്ലെങ്കിൽ റീറൈറ്റ് ചെയ്യണം. The merging of states with common cores can never produce a shift-reduce conflict that was not present in one of the original states because shift actions depend only on the core and not the look ahead. അപ്പോൾ നമ്മൾ ഈ മെർജിങ് ചെയ്യുമ്പോൾ കോമൺ കോറുള്ള സ്റ്റേറ്റ്സിനെ നമ്മൾ മെർജ് ചെയ്യുമ്പോൾ നമുക്ക് ഷിഫ്റ്റ് റെഡ്യൂസ് കോൺഫ്ലിക്റ്റ് എന്തായാലും ഉണ്ടാവില്ല, പക്ഷേ റെഡ്യൂസ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം. ഷിഫ്റ്റ് റെഡ്യൂസ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ല എന്ന് പറയാനുള്ള കാര്യം, അപ്പോൾ ഒറിജിനൽ സ്റ്റേജിൽ നമുക്ക് ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരിക്കില്ല. ഈ ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എന്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, കോറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഷിഫ്റ്റിംഗ് ആക്ഷൻ ചെയ്യുന്നത്. ലുക്ക് ഹെഡിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നേ ഇല്ല. അപ്പോൾ ഷിഫ്റ്റ് ഓപ്പറേഷനിൽ കോറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് ഷിഫ്റ്റ് റെഡ്യൂസ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. പക്ഷേ മെർജറിൻ്റെ റിസൾട്ടായിട്ട് വേണമെങ്കിൽ റെഡ്യൂസ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം. ഇനി ലുക്ക് ഹെഡ് എല്ലാം പാസിങ് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ മെയിനായിട്ട് ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ് ആണ് പറയുന്നത്. അപ്പോൾ ജനറൽ ഐഡിയ ഇസ് ടു കൺസ്ട്രക്ട് ദ സെറ്റ് ഓഫ് LR1 ഐറ്റംസ്. അതാണ് നമ്മൾ കാനോണിക്കൽ LR1 ഐറ്റം നമ്മൾ കഴിഞ്ഞ പാർട്സിംഗ് ടേബിൾ കാനോണിക്കൽ LRന്റെ കൺസ്ട്രക്ഷനിൽ പറഞ്ഞ അതേ സെറ്റ് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. കൺസ്ട്രക്ട് ദ സെറ്റ് ഓഫ് LR1 ഐറ്റം. ഇഫ് നോ കോൺഫ്ലിക്ട്സ് അറൈസ് മെർജ് സെറ്റ്സ് വിത്ത് കോമൺ കോഴ്സ്. അപ്പോൾ ഇതിൽ നിന്ന് കോമൺ കോറുള്ള സെറ്റുകളെ ഐഡൻറ്റിഫൈ ചെയ്യുക, കോൺഫ്ലിക്റ്റ് ഒന്നും ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ തമ്മിൽ മെർജ് ചെയ്യുക. വി ദെൻ കൺസ്ട്രക്ട് ദ പാർസിംഗ് ടേബിൾ ഫ്രം ദ കളക്ഷൻ ഓഫ് മെർജ്ഡ് സെറ്റ് ഓഫ് ഐറ്റം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഐറ്റംസ് LR1 ഐറ്റംസ് കൺസ്ട്രക്ട് ചെയ്തു, LR1ൻ്റെ സെറ്റ് കൺസ്ട്രക്ട് ചെയ്തു, ഇനി അതിൽ നിന്ന് കോമൺ കോറുള്ളവരെ ഐഡൻറ്റിഫൈ ചെയ്തു, അവരെ തമ്മിൽ മെർജ് ചെയ്തു, ഒരു പുതിയ സെറ്റ് ഫോം ചെയ്തു. ഇനി ഈ മെർജ് ചെയ്ത സെറ്റ് ഓഫ് ഐറ്റംസിൽ നിന്ന് നമ്മൾ പാർസിംഗ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാം. സോ കൺസ്ട്രക്ടിങ് ദ എൻറ്റയർ കളക്ഷൻ ഓഫ് LR1 sets of items requires too much space and time to be useful in practice. അപ്പോൾ നമ്മൾ ഈ ഇവിടെ കാനോണിക്കലിൽ യൂസ് ചെയ്ത LR1 എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായാലും നോർമലി ഇതിനേക്കാളും എണ്ണം കൂടുതലായിരിക്കും. അതിൽ കോമൺ കോറിലുള്ള മെർജ് ചെയ്തിട്ടാണ് നമ്മളിവിടെ സ്റ്റേറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ LR1 നമ്മൾ നോർമലി യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് കൂടുതൽ സ്പേസും ടൈമൊക്കെ നമുക്ക് അതിൻ്റെ കമ്പ്യൂട്ടേഷന് വേണ്ടി ആവശ്യം വരും. ഇനി നമ്മൾ ഈ കാണുന്നതാണ് LR പാസിംഗ് ടേബിൾ കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന അൽഗോരിതം. അപ്പോൾ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ അൽഗോരിതത്തിലും പറഞ്ഞ പോലെ തന്നെ ഓരോ പാസിംഗ് ടേബിൾ കൺസ്ട്രക്ഷൻ്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഓഗ്മെൻറ്റഡ് ഗ്രാമർ ആയിരിക്കും. സോ ഓഗ്മെൻറ്റഡ് ഗ്രാമർ G'. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ LR പാസിംഗ് ടേബിൾ. അതിൻ്റെ 2 പോർഷനുണ്ട്, ഒന്ന് നമ്മളുടെ ആക്ഷനും പിന്നെ ഗോ ടു. ഇനി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞേക്കുന്നത് കൺസ്ട്രക്ട് C = I0 I1 etc. up to IN. ദ കളക്ഷൻ ഓഫ് സെറ്റ് ഓഫ് LR1 ഐറ്റംസ്. നമ്മൾ കാനോണിക്കൽ LRൽ കൺസ്ട്രക്ട് ചെയ്ത അതേ സെറ്റ് ഓഫ് LR1 ഐറ്റംസ് ഫോം ചെയ്യാം. അപ്പോൾ LR1 ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ അകത്ത് 2 കമ്പോണൻസ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് കമ്പോണൻറ്റ് നമ്മുടെ LR0 ആയിട്ടായിരിക്കും. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ലുക്ക് ഹെഡ് സിമ്പൽ, ഒരു ടെർമിനൽ സിമ്പൽ. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ സെറ്റ് ഫോം ചെയ്യുക I0 മുതൽ IN വരെ. അതിൻ്റെ പ്രോസസ്സ് ഓൾറെഡി നമുക്കറിയാം. ഫസ്റ്റ് നമ്മൾ ഗ്രാമർ കിട്ടുന്നു, അതിനെ നമ്മൾ ഓഗ്മെൻറ്റ് ചെയ്യുന്നു, പിന്നെ അതിൻ്റെ ഓഗ്മെൻറ്റ് ചെയ്ത പ്രൊഡക്ഷൻ്റെ ക്ലോഷറാണ് നമ്മളെ ഫസ്റ്റ് സെറ്റ് I0 എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമ്മൾ ഗോ ടു ഉപയോഗിച്ച് ബാക്കിയുള്ള സെറ്റുകളെ കമ്പ്യൂട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ I0 മുതൽ IN വരെയുള്ള സെറ്റുകളുടെ കളക്ഷൻ ഫോം ചെയ്യുക, അതാണ് C എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് പറയുന്നത് ഫോർ ഈച്ച് കോർ
പ്രസൻറ്റ് among the set of LR1 items. അപ്പോൾ ഈ സെറ്റിലുള്ള ഓരോ കോറും നമ്മൾ നോക്കിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ഫൈൻഡ് ഓൾ സെറ്റ്സ് ഹാവിങ് ദാറ്റ് കോർ. അപ്പോൾ ഒരേപോലെ കോറുള്ളവരെ ഐഡൻറ്റിഫൈ ചെയ്യാം. ആൻഡ് റീപ്ലേസ് ദീസ് സെറ്റ്സ് ബൈ ദർ യൂണിയൻ. അവരെ അവരുടെ യൂണിയൻ വെച്ച് റീപ്ലേസ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ഇപ്പോൾ I3യും I6ഉം വരികയാണെങ്കിൽ സെയിം കോറാണെന്നുണ്ടെങ്കിൽ ഈ I33യും I6ഉം മെർജ് ചെയ്തിട്ട് നമ്മൾ I36 ആക്കി മാറ്റുന്നു എന്ന് മാത്രമല്ല, അത് ഒരൊറ്റ സ്റ്റേറ്റേ ഉണ്ടാവുള്ളൂ. 2 സ്റ്റേറ്റ് ഉണ്ടാകുന്നതിന് പകരം ഒറ്റ സ്റ്റേറ്റ് ആയിട്ടത് മാറും. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് കമ്പൗണ്ട് എന്ന് പറഞ്ഞത് സെയിം തന്നെയായിരിക്കും. സെക്കൻഡ് കമ്പൗണ്ട് എന്ന് പറഞ്ഞത് I3യിലുണ്ടായിരുന്ന സെക്കൻഡ് കമ്പോണൻറ്റും I6ലുണ്ടായിരുന്ന സെക്കൻഡ് കമ്പോണൻറ്റിനെയും കൂടെ ഒന്നിച്ചാക്കണം. അതിൻ്റെ യൂണിയൻ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ലെറ്റ് C ഡാഷ് ഈക്വൽ ടു J0 J1 എക്സെട്രാ ടു JM ബി ദ റിസൾട്ടിങ് സെറ്റ് ഓഫ് LR1 ഐറ്റംസ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്തു. ആദ്യം നമ്മൾ LR1 ഐറ്റംസിൻ്റെ സെറ്റ് കൺസ്ട്രക്ട് ചെയ്തു CA. ഇനി അതിൽ നിന്ന് കോമൺ കോറുള്ളവരെ നമ്മൾ മെർജ് ചെയ്തു, അല്ലെങ്കിൽ യൂണിയൻ എടുത്തു അവരുടെ. എന്നിട്ട് തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ മെർജ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സെറ്റാണ് എഴുതിയിരിക്കുന്നത്. C ഡാഷ് എന്ന് പറഞ്ഞ സെറ്റ്, അതിൻ്റെ അതുള്ള ഐറ്റംസ് ആണ് J0 J1 എക്സെട്രാ ടു J1. The parsing actions for state I are constructed from JI in the same manner as in canonical LR. ഇപ്പോൾ കാനോണിക്കൽ LRൽ നമ്മൾ ചെയ്ത അതേ മെത്തേഡ് ഉപയോഗിച്ച് തന്നെ ഈ സെറ്റിൽ നിന്ന് നമ്മൾ പാഴ്സിങ് ആക്ഷൻസ് നമ്മൾ ടേബിളിൽ എൻട്രി ചെയ്യും. അപ്പോൾ ആക്ഷൻസ് ടേബിളിൽ എൻട്രി ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് 3 ഓപ്ഷൻസാണ് ഉണ്ടായിരുന്നത്. ഡോട്ട് സം ടെർമിനൽ സിമ്പിൾ വരികയാണെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക, അടുത്ത സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്യുക. ഇനി I giving alpha dot formula പ്രൊഡക്ഷൻ നമ്മളുടെ സെറ്റിലുണ്ടെങ്കിൽ റിഡക്ഷൻ ചെയ്യുക യൂസിങ് A giving alpha. അപ്പോൾ തേർഡ് കേസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ S ഡാഷ് ഗിവിങ് S ഡോട്ട് ഫോമിൽ വരികയാണെങ്കിൽ നമ്മൾ ഫൈനൽ അക്സെപ്റ്റൻസ് കണ്ടീഷൻ നമ്മൾ ഓഗ്മെൻറ്റ് ചെയ്ത പ്രൊഡക്ഷൻ ഉപയോഗിച്ച് നമ്മൾ റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ അക്സെപ്റ്റൻസ് മാർക്ക് ചെയ്യുക. ആ 3 കേസുകളാണ് നമ്മൾ നേരത്തെ കാനോണിക്കൽ എല്ലാവരും യൂസ് ചെയ്യുന്നത്. അതേ റൂൾസ് തന്നെയാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. പക്ഷേ അപ്ലൈ ചെയ്യുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെർജ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സെറ്റ് ഓഫ് ഐറ്റംസിലാണ് ഈ അൽഗോരിതം അപ്ലൈ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഡിഫറൻസ്. ഇഫ് ദർ ഈസ് എ പാഴ്സിംഗ് ആക്ഷൻ കോൺഫ്ലിക്റ്റ്, the algorithm fails to produce a parser and the grammar is set not to be LALR1. അപ്പോൾ അതിൽ ഫെയിൽ ആവുകയാണെങ്കിൽ നമുക്ക് LALR1 അല്ല എന്ന് പറയാം. ഇനി go to table is constructed as follows. If J is the union of one or more set of LR1 items. അപ്പോൾ ഈ J എന്ന് പറയുന്നത് ഒന്നോ അതിൽ കൂടുതലോ LR1 ഐറ്റംസിൻ്റെ യൂണിയൻ ആണെന്ന് കൺസിഡർ ചെയ്യുക. ഇപ്പോൾ നേരത്തെ പറഞ്ഞ കേസിലാണ് നമ്മൾ I3 I6 പറഞ്ഞു. അപ്പോൾ I3 I6ൻ്റെ യൂണിയൻ ആണ് J എന്ന് കരുതുക. That is J equal to I1 union I2 union etc. up to IK. Then the cores of go to of I1 comma X, I2 comma X etc. up to go to of IK comma X are the same. നമുക്കറിയാം ഇതിനെല്ലാം നമുക്ക് യൂണിയൻ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ കോർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതാണ് എഴുതിയിരിക്കുന്നത്. Then the core of go to of I1 comma X, I2 comma X etc. up to IK comma X അതെല്ലാം എന്ത് തന്നെയായിരിക്കും? സെയിം ആയിരിക്കും. Since I1, I2 etc. up to IK all have the same core. Let K be the union of all set of items having the same core as go to of I1 comma X. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? go to of J comma X equal to K ആക്കുക. എന്നുവെച്ചാൽ go to നമ്മൾ ആ go to പോർഷനിൽ വരുന്ന വാല്യൂസും നമ്മൾ ഈ പറഞ്ഞതുപോലെ മെർജ് ചെയ്യുക. അത്രേ ഉള്ളൂ ഡിഫറൻസ്. ഇനി ഇവിടെ നമുക്ക് കോമൺ കോർ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തത് I3ക്കും I6നുമാണ് ഫസ്റ്റ് കേസ്. അപ്പോൾ I3 എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് I3, I6 എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ രണ്ടിടത്തും നോക്കിയാൽ അറിയാം നമുക്ക് ഫസ്റ്റ് കമ്പോണൻറ്റ് സെയിം ആണ്. സെക്കൻഡ് കമ്പോണൻറ്റ് ഇവിടെ C or D ആണ്, ഇവിടെ ഡോളർ സിമ്പിളാണ്. അപ്പോൾ അത് നമ്മൾ മെർജ് ചെയ്തപ്പോൾ അല്ലെ യൂണിയൻ എടുത്തപ്പോൾ എങ്ങനെയായി മാറി നോക്കി? ഫസ്റ്റ് കമ്പോണൻറ്റ് സെയിം ആണ്, അതുപോലെ തന്നെ റെപ്രസെൻറ്റ് ചെയ്തു. സെക്കൻഡ് കമ്പോണൻറ്റ് എങ്ങനെ മാറി? C or D, അതിൻ്റെ കൂടെ ഈ ഡോളർ സിമ്പിൾ കൂടി നമ്മൾ ആഡ് ചെയ്തു. C or D or ഡോളർ, അത്രേ ഉള്ളൂ ഡിഫറൻസ്. അപ്പോൾ നമ്മൾ I36 എന്നാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്തത്. ഇനി നമ്മളുടെ സ്റ്റേറ്റ് I3 എവിടെയൊക്കെ വരുന്നുണ്ടോ, I6 എവിടെയൊക്കെ വരുന്നുണ്ടോ അവിടെ എല്ലാം നമ്മൾ I36 ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യാം. അതേപോലെ തന്നെയാണ് ബാക്കി 2 കേസുകളും, I4ഉം I7. I4 എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് C giving D dot C bar D. I7 എന്ന് പറഞ്ഞാൽ C giving D dot ഡോളർ. അപ്പോൾ ഈ കേസിൽ നമ്മൾ കോർ കോമൺ ആണ്, മെർജ് ചെയ്ത് കഴിയുമ്പം കോർ പോർഷനിൽ അത് തന്നെ C giving D dot. ഈ സെക്കൻഡ് കമ്പോണിൽ എന്ത് വരും? ഇവിടെ C or D ഉണ്ട്, ഇവിടെ ഡോളർ ഉണ്ട്. അപ്പോൾ C or D or ഡോളറായിട്ട് അത് മാറും. ഈ ആ ഐറ്റത്തിന് നമ്മൾ I47 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക, 4ഉം 7ൻ്റെ യൂണിയൻ ആയതുകൊണ്ട്. ഈ ലാസ്റ്റ് കേസ് I89. അപ്പോൾ I8 എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ്, I9 എന്ന് പറഞ്ഞാൽ ഈ കാണുന്നത്. അപ്പോൾ രണ്ടിടത്തും കോറ് സെയിം ആണ്, C giving small c capital C dot. അപ്പോൾ അതായിരിക്കും നമ്മളെ ഫസ്റ്റ് കമ്പോണൻറ്റ്.
ഈ സെക്കൻഡ് കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ സി ഓർ ഡി ഉണ്ട്, ഇവിടെ ഡോളർ ഉണ്ട്. അവിടെ നമ്മൾ മെർജ് ചെയ്ത് കഴിയുമ്പോൾ സി ഓർ ഡി ഓർ ഡോളറായിട്ട് മാറും. കാനോണിക്കൽ LR1 പാഴ്സറിൽ നമ്മൾ നേരത്തെ പറഞ്ഞ തൊട്ട് മുമ്പ് പറഞ്ഞ പാഴ്സറിൽ നമ്മൾ ഫോം ചെയ്തിരുന്ന കളക്ഷൻ നമുക്ക് നേരത്തെ കണ്ടിരുന്നു. ഇനി അതിൽ നമ്മളിപ്പോൾ പറഞ്ഞ മോഡിഫിക്കേഷൻസ് ഉപയോഗിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാനോണിക്കൽ LR1 കളക്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ അകത്തായിരുന്നെങ്കിൽ നമുക്ക് I36, I47, I89 എന്ന് പറഞ്ഞ 3 സ്റ്റേറ്റുകൾ നമ്മൾ മോഡിഫൈ ചെയ്യും, അല്ല ആഡ് ചെയ്യുകയാണ് ചെയ്തത്. I3യും 6ഉം നമ്മൾ ഒഴിവാക്കി പകരം അതിനെ മെർജ് ചെയ്തിട്ട് I36 എന്ന് പറഞ്ഞ പുതിയ സ്റ്റേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യും. അതുപോലെ I4ഉം I7ഉം നമ്മൾ ഒഴിവാക്കി പുതിയതായിട്ട് I47 എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ് വിച്ച് ഈസ് യൂണിയൻ അത് നമ്മൾ കീപ്പ് ചെയ്യും. അതുപോലെ തന്നെ I8ഉം I9ഉം നമ്മൾ ഒഴിവാക്കുന്നു, എന്നിട്ട് അതിനെ മെർജ് ചെയ്തല്ല യൂണിയൻ നടത്തി I89 എന്ന് പറഞ്ഞ പുതിയ സ്റ്റേറ്റ് കീപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ ട്രാൻസാക്ഷൻസ് നോക്കുകയാണെങ്കിൽ I0യിൽ ചേഞ്ച് ഒന്നുമില്ല. ഗോ ടു ഓഫ് ഇവിടെ നമുക്ക് ചേഞ്ച് ഒന്നുമില്ല, I1 തന്നെയാണ്. ഇവിടെ നമുക്ക് I2 ആണ്. ഇവിടെ നമുക്ക് വരേണ്ടത് I3 ആയിരുന്നു. I3ക്ക് പകരം നമ്മൾ അതിനെ എന്താക്കി മാറ്റി, I36 ആക്കി മാറ്റി. ഇവിടെ വരേണ്ടിരുന്ന I4 ആയിരുന്നു, നേരത്തെ ഉണ്ടായിരുന്നത് I4 ആയിരുന്നു. അപ്പോൾ I4നെ നമ്മളിപ്പം മെർജ് ചെയ്ത് കഴിഞ്ഞപ്പം I47 ആക്കി മാറ്റി. ഇത് I5. ഇനി ഇവിടെ വരേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒന്നുകിൽ I3 അല്ലെങ്കിൽ I6 വരുമ്പോൾ എല്ലാം നമ്മളവിടെ എന്താക്കി മാറണം, I36 ആക്കി മാറ്റണം. അപ്പോൾ ഇവിടെ നമ്മൾ I4 അല്ലെങ്കിൽ I7 ആണെങ്കിൽ അവിടെ നമ്മൾ I47 ആക്കി മാറ്റും. ഇവിടെ 8 ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്, അതുകൊണ്ട് നമ്മൾ അതിനെ 8-9 കൂടി മെർജ് ചെയ്തുകൊണ്ട് I89 ആക്കിയിട്ട് മാറ്റി. ഇനി ലാസ്റ്റ് ഇവിടെ നമുക്ക് I6 ആണ് കിട്ടിയിരുന്നത് നേരത്തെ കേസിൽ. ഇപ്പോൾ നമ്മളതിനെ I36 ആക്കി മാറ്റി മെർജിങ് കഴിഞ്ഞപ്പോൾ. അതുപോലെ തന്നെ ലാസ്റ്റ് കേസിൽ I4 അല്ലെങ്കിൽ I7 വരുന്ന സിറ്റുവേഷൻ നമ്മളവിടെ 47 ആക്കി മാറ്റുക. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്നതാണ് നമ്മളുടെ മോഡിഫൈഡ് സെറ്റ് ഓഫ് കളക്ഷൻ. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന കളക്ഷനിൽ നിന്ന് I3നെ I6നെ നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് ഒറ്റ സ്റ്റേറ്റ് ആക്കി മാറ്റി. അതുപോലെ I4 I7നെ ഗ്രൂപ്പ് ചെയ്ത് ഒറ്റ സെറ്റാക്കി മാറ്റി. അതുപോലെ I8നെയും I9നെയും മെർജ് ചെയ്ത് I89 നമ്മൾ ഫോം ചെയ്തു. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നതാണ് നമ്മളുടെ പുതിയ സ്റ്റേറ്റ്സ്. അപ്പോൾ ഈ സ്റ്റേറ്റ്സ് ആയിരിക്കണം നമ്മളുടെ LALRൽ നമ്മൾ യൂസ് ചെയ്യേണ്ട സ്റ്റേറ്റ്സ്. അതാണ് നമ്മളുടെ പാഴ്സിംഗ് ടേബിളിലെ എൻട്രീസ് കാണുന്നത്. അപ്പോൾ സ്റ്റേറ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആദ്യം 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് 36 ഉള്ളൂ. അതാണ് 0, 1, 2 കഴിഞ്ഞ് 36. 36 കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ എന്താണുള്ളത്, 4, 7 ഉണ്ട്, 5 ഉണ്ട്. അതാണ് ഇരിക്കുന്നത്. 4, 7 ഉണ്ട്, 5 ഉണ്ട്, ലാസ്റ്റായിട്ട് 8, 9 ഉണ്ട്. അപ്പോൾ അത്രയും സ്റ്റേറ്റ്സ് ആണ് നമുക്ക് LALRൽ ഉണ്ടാവുക. ഇനി ഇതിൽ നമ്മൾ ആക്ഷൻ പാർട്ടും ഉണ്ട്, ഗോ ടു പോർഷൻ ഉണ്ട്. നമ്മൾ ഓരോന്നിൻ്റെയും കറസ്പോണ്ടിങ് ട്രാൻസാക്ഷൻസ് അനുസരിച്ച് നമുക്ക് ഇതിലെ വാല്യൂസ് ഫില്ല് ചെയ്യാൻ പറ്റും. ഇനി സ്റ്റേറ്റ് 0യിൽ നിന്ന് സ്മോൾ സി വന്നാൽ എന്താണെന്ന്, ഇതാണ് സ്റ്റേറ്റ് I0 എന്ന് പറയുന്നത്. I0യും സ്മോൾ സി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ ഗോ ടു ആണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് തരിക. സോ ഗോ ടു ഓഫ് I0, സ്മോൾ സി ഏത് സ്റ്റേറ്റിലേക്കാണ് പോകേണ്ടത്, I36ലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ടെർമിനൽ സിമ്പിളാണ് നമ്മൾ കാണുന്നത്. ടെർമിനൽ സിമ്പിളാണ് ചെയ്യേണ്ട ആക്ഷൻ എന്താണ്, ഷിഫ്റ്റിംഗ് ആണ്. സോ ഷിഫ്റ്റ് ചെയ്യുക, ഗോ ടു സ്റ്റേറ്റ് 36. അതാണ് S36 ഇവിടെ കൊടുത്തേക്കുന്നത്. ഇനി സ്റ്റേറ്റ് 0യിൽ നിന്ന് സ്മോൾ ഡി കാണുകയാണെങ്കിലോ അപ്പോഴും ഷിഫ്റ്റിംഗ് ആണ് ചെയ്യേണ്ടത്. ഇനി ഏത് സ്റ്റേറ്റ് ആണെന്ന് മനസ്സിലാവും. I0യും സ്മോൾ ഡിയും ആണെങ്കിൽ I47 ആണ് നമ്മൾ പോകേണ്ട ട്രാൻസാക്ഷൻ വരുന്ന സ്റ്റേറ്റ്. അപ്പോൾ അതുകൊണ്ട് I0യും സ്മോൾ ഡിയും വരുമ്പം എസ് ആൻഡ് ഗോ ടു സ്റ്റേറ്റ് 47. അതാണ് S47 എൻ്റർ ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ സ്റ്റേറ്റ് 0യിൽ ക്യാപിറ്റൽ എസ്സിനും ഗോ ടു ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ക്യാപിറ്റൽ സിക്കും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ എസ്സിൻ്റെ കേസിൽ എങ്ങോട്ടേക്കായിരിക്കും, I1ലേക്ക്. സോ I0യും ക്യാപിറ്റൽ എസ്സും വരുമ്പം I1ലേക്ക്. അതാണ് ഈ 1 ഗോ ടുവിൽ കാണുന്നത്. അപ്പോൾ നോൺ ടെർമിനൽസിൻ്റെ കേസിലാണ് ട്രാൻസാക്ഷൻ നമ്മൾ ഗോ ടു പോർഷനിൽ എൻ്റർ ചെയ്യുക. ഇനി I0യും ക്യാപിറ്റൽ സിയും ആണെങ്കിലോ I2ലേക്ക്. അതാണ് നമ്മളുടെ സെക്കൻഡ് എൻട്രി. I0യിൽ ക്യാപിറ്റൽ സി വന്നാൽ സ്റ്റേറ്റ് 2ലേക്ക് പോവാം. അപ്പോൾ അത്രയാണ് സ്റ്റേറ്റ് 0യിലുള്ള ട്രാൻസാക്ഷൻ, അല്ല I0യുടെ ട്രാൻസാക്ഷൻസ്. ഇനി നെക്സ്റ്റ് നമ്മൾ I1 നോക്കാം. I1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ അകത്ത് ആകെ ഒറ്റ പ്രൊഡക്ഷനേ ഉള്ളൂ, S' ഗിവിങ് S ഡോട്ട് ആൻഡ് സെക്കൻഡ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഡോളറാണ്. അപ്പോൾ ഈ ഒരു കേസ് നമ്മൾ നേരത്തെ അൽഗോരിതം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു നമ്മുടെ ടെർമിനേഷൻ കണ്ടീഷനാണ് അല്ലെങ്കിൽ അക്സെപ്റ്റൻസിൻ്റെ കണ്ടീഷനാണ്. അപ്പോൾ നമ്മൾ ഈ ഓഗ്മെൻറ്റ് ചെയ്ത പ്രൊഡക്ഷൻ ഉപയോഗിച്ച് റിഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പാഴ്സിങ് സക്സസ്ഫുള്ളായി നമ്മളെ അക്സെപ്റ്റൻസ് നമ്മൾ അനൗൺസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ റിഡക്ഷൻ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് എന്തായിരിക്കണം, അക്സെപ്റ്റൻസ് ആയിരിക്കണം നമ്മൾ പാഴ്സിംഗ് ടേബിളിൽ എൻട്രി ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് സ്റ്റേറ്റ് 1ൽ ഡോളർ സിമ്പിളിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ അക്സെപ്റ്റൻസ് മാർക്ക് ചെയ്തു. ഈ സ്റ്റേറ്റ് 2 നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സ്റ്റേറ്റ് 2ൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ I2 ആണ്. അപ്പോൾ I2ൽ നമുക്ക്
3 ഗോ ടു കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ റൈറ്റ് ടു ക്യാപിറ്റൽ സി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് 5ലേക്കാണ്. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ സി അതിന് നോൺ ഡബിളിലായതുകൊണ്ട് നമ്മളുടെ പാസിംഗ് ടേബിളിൻ്റെ ഗോ ടു പോർഷനിലാണ് നമ്മൾ അപ്ഡേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ 2 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്ന് സി എന്ന് പറഞ്ഞ സിമ്പിൾ വന്നാൽ 5 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക്. അപ്പോൾ 2 ഇതാണ്, 5 സി എന്ന് പറഞ്ഞ സിമ്പിൾ വന്നാൽ 5 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക്. ഈ 2 ടെർമിനൽ സിമ്പിൾസ് നമുക്കിവിടെ ട്രാൻസിഷൻ ഉണ്ട്. I2 സ്മോൾ സി ആണെങ്കിൽ I36ലേക്കാണ് പോകേണ്ടത്. അപ്പോൾ സ്മോൾ സി എന്ന് പറഞ്ഞാൽ ടെർമിനൽ സിമ്പിളാണ്, ഷിഫ്റ്റിംഗ് ആണ് ചെയ്യേണ്ടത്. സോ S36 ആയിരിക്കും അവിടെ വരേണ്ട എൻട്രി. സോ സ്റ്റേറ്റ് 2 ടെർമിനൽ സിമ്പിൾ സി. അപ്പോൾ ഇത് സ്റ്റേറ്റ് 2 ടെർമിനൽ സിമ്പിൾ സി ആണെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുക, ഗോ ടു സ്റ്റേറ്റ് 36. ഇനി I2 ഡിക്ക് അടുത്ത ഗോ ടു കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ നമുക്ക് ട്രാൻസാക്ഷൻ I47ലേക്കാണ്. അപ്പോൾ ടെർമിനൽ സിമ്പിൾ ആണ് ഡി എ. അപ്പോൾ എഗെയിൻ ചെയ്യേണ്ട ആക്ഷൻ ഷിഫ്റ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ S47 എന്നാണ് എൻട്രി കൊടുക്കേണ്ടത്. എവിടെ കൊടുക്കണം? സ്റ്റേറ്റ് 2നും ഇൻപുട്ട് സിമ്പിൾ ഡിക്കും. അപ്പോൾ 2ന് സിമ്പിൾ ഡി ആകുമ്പോൾ S47. അപ്പോൾ അത്രയാണ് 2 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലെ എൻട്രി. നമ്മൾ ഇതിനു മുമ്പ് ഇത് നെക്സ്റ്റ് പറയാൻ പോകുന്നത് I36ൻ്റെ ട്രാൻസാക്ഷൻ. I36 ക്യാപിറ്റൽ സി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാം സി ഗിവിങ് സ്മോൾ സി ക്യാപിറ്റൽ സി ഡോട്ട്. അപ്പോൾ ഈ ഒരു I89ലേക്കാണ് ട്രാൻസാക്ഷൻ വരേണ്ടത്. അപ്പോൾ I36 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്ന് ക്യാപിറ്റൽ സി വന്നാൽ എങ്ങോട്ടേക്ക് പോകണം? 89ലേക്ക് പോകണം. അപ്പോൾ ക്യാപിറ്റൽ സി ആയതുകൊണ്ട് നമുക്ക് ഗോ ടു പോർഷനിലായിരിക്കണം അപ്ഡേഷൻ. അപ്പോൾ 36ൽ നിന്ന് ക്യാപിറ്റൽ സി വന്നാൽ 89ലേക്ക് പോകും. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ നെക്സ്റ്റ് 36ൽ നിന്ന് സ്മോൾ സി വരികയാണെങ്കിൽ അഗെയിൻ ഗോ ടു 36 തന്നെയാണ്. സ്മോൾ സി ആയതുകൊണ്ട് എന്ത് ചെയ്യുക? ഷിഫ്റ്റിംഗ് ആണ്. സോ S36 തന്നെ. സോ 36ൽ നിന്ന് സി വന്നാൽ അഗെയിൻ S36 ഷിഫ്റ്റ് ചെയ്യുക, 36 എന്ന സ്റ്റേറ്റിൽ തന്നെ നിൽക്കുക. ഇനി 36ൽ നിന്ന് ഡി എന്ന് പറഞ്ഞ സിമ്പിൾ വന്നാലോ? ഇനി 36ൽ നിന്ന് ഡി വന്നാൽ നെക്സ്റ്റ് നമ്മൾ ട്രാൻസിഷൻ ടു I47 ആയിരിക്കും. അപ്പോൾ സ്മോൾ ടെർമിനൽ സിമ്പിൾ ആയതുകൊണ്ട് നമുക്ക് അഗെയിൻ ഷിഫ്റ്റിംഗ് ആണ്. അപ്പോൾ 36 ഡി വരികയാണെങ്കിൽ 46, അതായത് S47. അപ്പോൾ 36ൽ ഡി വരികയാണെങ്കിൽ S47. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് I0 മുതൽ നമ്മൾ I36 വരെയുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ കേസിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് റൈറ്റ് ഹാൻഡിൽ ഡോട്ട് വരുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് റൈറ്റ് ഹാൻഡിൽ ഡോട്ട് വന്നു, പക്ഷെ നമ്മൾ അക്സെപ്റ്റൻസിൻ്റെ കേസായിരുന്നു, നമ്മൾ റിഡക്ഷൻ മാർക്ക് ചെയ്തു, അല്ല അക്സെപ്റ്റൻസ് മാർക്ക് ചെയ്തു. ഇവിടെ നമുക്ക് റൈറ്റ് ഹാൻഡിൽ ഡോട്ട് ഇല്ല, ഇവിടെയും റൈറ്റ് ഹാൻഡിൽ ഡോട്ട് ഇല്ല. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ I47 നമുക്ക് സി ഗിവിങ് ഡി ഡോട്ട് എന്നാണ് നമ്മുടെ പ്രൊഡക്ഷൻ. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ? റൈറ്റ് ഹാൻഡിൽ എ ഗിവിങ് ആൽഫ ഡോട്ട് ഫോമിലുള്ള പ്രൊഡക്ഷനാണ്. അപ്പോൾ ഈ ഫോമിൽ പ്രൊഡക്ഷൻ വന്നാൽ നമ്മൾ റിഡക്ഷനാണ് ചെയ്യേണ്ടത്. ഏത് ഉപയോഗിച്ച്? സി ഗിവിങ് ഡി ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഇത് ഫസ്റ്റ് പ്രൊഡക്ഷൻ, ഇത് സെക്കൻഡ് പ്രൊഡക്ഷൻ, ഇത് തേർഡ് പ്രൊഡക്ഷൻ. അപ്പോൾ സി ഗിവിങ് ഡി ഡോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ തേർഡ് പ്രൊഡക്ഷൻ ആയിരിക്കും. അപ്പോൾ റെഡ്യൂസ് യൂസിങ് ദിസ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ R3 എന്നായിരിക്കണം നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യേണ്ടത്. എവിടേക്ക് ഇൻഡിക്കേറ്റ് ചെയ്യണം? I47ൻ്റെ സ്റ്റേറ്റിൽ നമ്മൾ R3 ഇൻഡിക്കേറ്റ് ചെയ്യുക, അല്ലെ ടേബിളിൽ മാർക്ക് ചെയ്യുക. ഏതെല്ലാം എൻട്രീസിൽ? ഈ സെക്കൻഡ് കമ്പോണൻറ്റിൽ കാണുന്ന എൻട്രീസിലെല്ലാം, അതായത് സിയിലും ഡിയിലും ഡോളറിലും R3 മാർക്ക് ചെയ്യുക. അതാണ് 47ൽ നിന്ന് സി എ ഡി എ ഡോളർ, അവിടെയെല്ലാം നമ്മൾ R3 മാർക്ക് ചെയ്തു. ഇനി നമ്മൾ I5 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ I5ൽ നമുക്ക് കാണുന്ന പ്രൊഡക്ഷൻ നോക്കി. എസ് ഗിവിങ് സി സി ഡോട്ട്, റൈറ്റ് എൻഡിലാണ് ഡോട്ട്. എഗെയിൻ ചെയ്യേണ്ട കാര്യം റിഡക്ഷനാണ്. അപ്പോൾ എത്രാമത്തെ പ്രൊഡക്ഷനാണെന്ന് നോക്കുക? അത് നമ്മളുടെ ഫസ്റ്റ് പ്രൊഡക്ഷനാണ്. അപ്പോൾ നമ്മൾ റിഡക്ഷൻ എഴുതുമ്പോൾ R1 എന്നാണ് എൻട്രി കൊടുക്കേണ്ടത്. ഇനി R1ൻ്റെ എൻട്രി നമ്മൾ എവിടെ കൊടുക്കണം? ഡോളർ എന്ന് പറഞ്ഞ ഇൻപുട്ട് സിമ്പിളും 5 എന്ന് പറഞ്ഞ സ്റ്റേറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് $5 വരുമ്പോൾ അവിടെ നമ്മൾ R1 മാർക്ക് ചെയ്യുക. അതാണ് $5 വരുമ്പോൾ R1 ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തു. ഈ ലാസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ I89 നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 36ഉം 47ഉം ഓൾറെഡി നമ്മൾ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി 89 കൺസിഡർ ചെയ്താൽ സി ഗിവിങ് സ്മോൾ സി ക്യാപിറ്റൽ സി ഡോട്ട്. ഇവിടെ നമുക്ക് റൈറ്റ് ഹാൻഡിലാണ് ഡോട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റിഡക്ഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ ഉപയോഗിച്ചാണ് റെഡ്യൂസ് ചെയ്യേണ്ടത്. ഈ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് ഒന്നാമത്തത്, ഇത് സെക്കൻഡ് പ്രൊഡക്ഷനാണ്. സോ R2 എന്നാണ് നമ്മളിവിടെ എൻട്രി കൊടുക്കേണ്ടത്. ഇനി R2 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എൻട്രി എവിടെയാണ് കൊടുക്കേണ്ടത്? 89 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ R2 മാർക്ക് ചെയ്യുക. 89 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നമ്മൾ R2 മാർക്ക് ചെയ്യുക. എവിടെയെല്ലാം? സി ഡി ഡോളർ, ഈ 3 സിമ്പിൾസ്. അപ്പോൾ 89 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്ന് സിക്കും ഡിക്കും ഡോളറിന് നമ്മൾ R2 മാർക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പാഴ്സിംഗ് ടേബിളിലെ എൻട്രീസ് നമ്മൾ നോർമൽ ഒരു കാനോണിക്കൽ ഫോളോ ചെയ്ത് അതേ അപ്രോച്ച് ഉപയോഗിച്ച് നമ്മൾ പ്രിന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഫസ്റ്റ് നമ്മൾ
കാനോണിക്കൽ LR1 കളക്ഷൻ തന്നെയാണ് ഫോം ചെയ്യുന്നത്. അതിൽ നിന്ന് നമുക്ക് മെർജ് ചെയ്യാൻ പറ്റുന്ന അതായത് കോമൺ കോർ ഉള്ള ടേംസിനെ മെർജ് ചെയ്ത് നമ്മൾ പുതിയ സ്റ്റേറ്റ്സ് ഫോം ചെയ്യാം. അപ്പോൾ I36 അങ്ങനെ ഫോം ചെയ്തതാണ്, I47 അങ്ങനെ ഫോം ചെയ്തതാണ്, I89 അങ്ങനെ ഫോം ചെയ്തതാണ്. അപ്പോൾ ഈ യൂണിയൻ കഴിഞ്ഞാൽ മെർജിങ് കഴിഞ്ഞ് ഫോം ചെയ്ത സ്റ്റേറ്റ്സ് ഉപയോഗിച്ച് നമ്മൾ നേരത്തെ ഫോളോ ചെയ്ത അതേ പ്രൊസീജിയർ ഉപയോഗിച്ച് തന്നെ നമ്മുടെ പാഴ്സിംഗ് ടേബിളിലെ ആക്ഷനും ഗോ ടു പാർട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. ഇപ്പം നമ്മൾ പറഞ്ഞ അപ്രോച്ച് ഒന്നുകിൽ യൂസ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ കാനോണിക്കൽ LR1 കളക്ഷൻ ഫോം ചെയ്യുന്നു, മെർജ് ചെയ്യുന്നു, അതിൽ നിന്ന് ആ മെർജ് ചെയ്ത പുതിയ സ്റ്റേറ്റുകളിൽ നിന്ന് പാസിംഗ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. ഇനി ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാനോണിക്കലിൻ്റെ എല്ലാ പാസിംഗ് ടേബിൾ തന്നെ കൺസ്ട്രക്ട് ചെയ്യുക. ഇതത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് അല്ല അതിനെ മോഡിഫൈ ചെയ്ത് അതിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് LR പാസിംഗ് ടേബിളിലേക്ക് അതിനെ ട്രാൻസ്ഫോം ചെയ്യും. ഇതാണ് നമ്മുടെ കാനോണിക്കലിൻ്റെ പോർഷൻ. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഏതിനൊക്കെയാണ് മെർജ് ചെയ്തത്? 3നെയും 6നെയാണ് മെർജ് ചെയ്തത്. അപ്പോൾ 3യും 6ഉം കൂടെ മെർജ് ചെയ്തെന്ന് പറഞ്ഞാൽ അവർ ഒറ്റ സ്റ്റേറ്റ് ആയിട്ട് മാറി. അപ്പോൾ അത് നമ്മൾ 3-6 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടോ 0-1-2 അതുപോലെ തന്നെ. ഈ 3 വന്നപ്പോൾ നമ്മൾ അവിടെ പകരം എന്താക്കി 3-6 ആക്കി മാറ്റി. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനുള്ളിൽ ഈ ആക്ഷൻ പാർട്ടിനുള്ളിൽ എവിടെയൊക്കെയാണ് S3 വരുന്നത് അല്ലെ S6 വരുന്നത് നോക്കാം. അവിടെ എല്ലാം നമ്മൾ S3-6 ആക്കി മാറ്റി. ഇവിടെ നമുക്ക് ഫസ്റ്റ് S3 ആണ്, അതിനെ നമ്മൾ 3-6 ആക്കി മാറ്റി. അതുപോലെ ഇവിടെ നമുക്ക് S6 കാണുന്നുണ്ട്, അവിടെയും S3-6 ആക്കി. നെക്സ്റ്റ് അതിൻ്റെ താഴെ S3 ഉണ്ട്, അവിടെയും S3-6 ആക്കി മാറ്റി. ഇനി നമ്മൾ വേറെ നോക്കുകയാണെങ്കിൽ വേറെ എവിടെ വരുന്നത് ഈ 6ലാണ്. ശരിക്കും നമ്മൾ 6ൻ്റെയും 3യുടെയും റോ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നില്ല, ഒരൊറ്റ റോയെ നമ്മൾ കീപ്പ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് 3-6 ആകുമ്പോഴത്തേക്കും ഇവിടെയും 3-6ൻ്റെ എഫക്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ രണ്ട് എൻട്രി കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 3യും 6ഉം കൂടി നമ്മൾ മെർജ് ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ 6ൻ്റെ റോ ഇവിടെ നിന്നാണ്ട് കളഞ്ഞു. പകരം എന്ത് ചെയ്തു? അത് നമ്മൾ യൂണിയൻ ആക്കി 3യിലേക്കാക്കി റെപ്രസെൻറ്റ് ചെയ്തു. അതാണ് ചെയ്തേക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് മെർജ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ I4ഉം I7ഉം ആണ് സെയിം കോറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ 4 എന്ന് പറഞ്ഞ സ്റ്റേറ്റ് എടുക്കുക, 7 എന്ന് പറഞ്ഞ സ്റ്റേറ്റ് എടുക്കുക. അപ്പോൾ 4ഉം 7ഉം മെർജ് ചെയ്ത് കഴിയുമ്പോൾ എന്തായിരിക്കും? പുതിയ സ്റ്റേറ്റ് 4-7 എന്ന് പറഞ്ഞായിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അതാണ് ഈ 4-7 എന്ന് കാണിച്ചിട്ടുള്ളത്. ഇനി ഇപ്പം 0-1-2-3 നമ്മൾ ഇതിൽ അഫക്റ്റഡ് ആവില്ല. 4 നമ്മൾ 4-7 ആക്കി മാറ്റി, 5 അവിടെ നിൽക്കും. 6 നമ്മൾ ഓൾറെഡി 3യുമായിട്ട് മെർജ് ചെയ്ത് 3-6 ആക്കി മാറ്റി. അപ്പോൾ 6ൻ്റെ റോ ഉണ്ടാവില്ല. ഇനി നെക്സ്റ്റ് കാണുന്നത് എന്താണ്? ഇവിടെ 7 ആണ്. ഈ 7ൻ്റെ റോയും നമ്മൾ ഒഴിവാക്കും, പകരം അതിനെ നമ്മൾ യൂണിയൻ ആക്കി 4ലേക്ക് റെപ്രസെൻറ്റ് ചെയ്യും. അതാണ് ഈ 4-7 കാണിച്ചിട്ടുള്ളത്. അപ്പോൾ 4-7 കഴിഞ്ഞാൽ 5 വരും, 6 ഇല്ല, 7 ഇല്ല. പിന്നെ ഇവിടെ കാണുന്നത് 8-9 ആണ്. അത് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ മെർജ് ചെയ്യുമ്പോഴാണ് ഈ 8-9 ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ 4-7 നമ്മൾ മെർജ് ചെയ്യുമ്പോൾ നമ്മൾ ആക്ഷൻ പാർട്ടിൽ നോക്കുക, 4 എവിടെയൊക്കെ വരുന്നുണ്ട്, 7 എവിടെയൊക്കെ വരുന്നുണ്ട്. അവിടെ എല്ലാം നമ്മൾ 4-7 വെച്ച് റീപ്ലേസ് ചെയ്യും. ഇവിടെ ഫസ്റ്റ് നമുക്ക് S4 കാണുന്നുണ്ട്, അത് നമ്മൾ S47 ആക്കി. നെക്സ്റ്റ് ഇവിടെ S7 കാണുന്നുണ്ട്, അതിനെ നമ്മൾ S47 ആക്കി. ഇവിടെ നമുക്ക് അഗെയിൻ S4 കാണുന്നുണ്ട്, അതിനെ നമ്മൾ S47 ആക്കി. ഇനി നമുക്ക് വേറെ എവിടെയാണ് കാണുന്നത്? ഇവിടെ S6ലായിരുന്നു നെക്സ്റ്റ് S7 ഉണ്ടായിരുന്നത്, സ്റ്റേറ്റ് 6ൽ. അപ്പോൾ ഈ സ്റ്റേറ്റ് 6 നമ്മൾ ഓൾറെഡി എന്തുമായിട്ട് യൂണിയൻ ആക്കി? 3യുമായിട്ട് യൂണിയൻ ആക്കി. അപ്പോൾ ഇവിടെ തന്നെ ആ എൻട്രി വരേണ്ടു. ഇവിടെ നമ്മൾ 4 കൂടി മെർജ് ചെയ്ത് കഴിയുമ്പോൾ S47 ആയിട്ട് മാറും. അതിൻ്റെ എഫക്റ്റ് തന്നെയാണ് ഇവിടെ നമ്മൾ S47 തന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 6ലുള്ളത് കൂടി 3യിലേക്ക് നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വേറെ എവിടെയും 4ഉം 7ഉം വരുന്നില്ല. അപ്പോൾ അതാണ് 4-7 മെർജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ട്. നമ്മൾ 4ഉം 7ഉം മെർജ് ചെയ്യുമ്പോൾ നമുക്ക് റിഡക്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ നേരെ കമ്പൈൻ ചെയ്ത് ഒന്നിച്ചാക്കി റെപ്രസെൻറ്റ് ചെയ്താൽ മതിയായിരിക്കും. ഇപ്പോൾ 4ൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് സിയിലും ഡിയിലും R3 ഉണ്ട്, അതുപോലെ 7ൻ്റെ കേസിലാണെങ്കിൽ ഡോളറിൽ R3 ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ യൂണിയൻ ആക്കുമ്പോൾ ഈ 3 എൻട്രീസും വരും. സിയിൽ R3 വരും, ഡിയിൽ R3 വരും, ഡോളറിലും R3 വരും. ഈ സെയിം കേസ് ആയിരിക്കും നമ്മൾ 8-9 മെർജ് ചെയ്യുമ്പോൾ. അത് നമ്മൾ തേർഡ് കേസ് ഓഫ് സെയിം കോർ വരുന്ന സിറ്റുവേഷൻ. അപ്പോൾ 8-9 മെർജ് ചെയ്യുമ്പോൾ നമുക്ക് 8ൻ്റെ കേസിൽ R2 സിയിലും ഡിയിലും ഉണ്ട്, റിഡക്ഷനാണ് യൂസിങ് സെക്കൻഡ് പ്രൊഡക്ഷൻ. ഈ 9ൻ്റെ കേസിലാണെങ്കിൽ R2 ഡോളറിലുണ്ട്. അപ്പോൾ 8-9 കൂടി മെർജ് ചെയ്താൽ എന്തായിരിക്കും? R2 3 എൻട്രീസിലും വരും. അതായത് R2 സിയിലും വരും, ഡിയിലും വരും, ഡോളറിലും വരും. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഗോ ടു പോർഷനിൽ ചേഞ്ച് വരുന്നത് നമ്മുടെ 3-6 കൂടെ മെർജ് ചെയ്യുന്ന സിറ്റുവേഷനിൽ. ഇവിടെ 3യുടെ കേസിലാണെങ്കിൽ ഇവിടെ നമുക്ക് 8 ഉണ്ട്, 6ൻ്റെ കേസിലാണെങ്കിൽ ഇവിടെ 9 ഉണ്ട്. അപ്പോൾ നമ്മളത് മെർജ് ചെയ്യുമ്പോഴത്തേക്ക് എന്തായിട്ട് മാറും? അത് 8-9 ഗോ ടു പോർഷനിൽ നമുക്ക് അപ്ഡേഷൻ വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കാനോണിക്കൽ എല്ലാ പാഴ്സിംഗ് ടേബിളിൽ നിന്ന് എല്ലാ പാഴ്സിംഗ് ടേബിളും നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ കാനോണിക്കൽ എല്ലാറിൻ്റെ അതേ പ്രോസസ്സ് തന്നെ ഫോളോ ചെയ്യുക, ഐറ്റംസ് ഫോം ചെയ്യുക, അതിൽ നിന്ന് സെയിം കോറുള്ളവരെ മെർജ് ചെയ്ത് പുതിയ സെറ്റ് ഓഫ് ഐറ്റംസ് ഫോം ചെയ്യുക. എന്നിട്ട് ആ സെറ്റ് ഓഫ് ഐറ്റംസിൽ ഒന്നുകിൽ ഡയറക്റ്റ്ലി നമുക്ക് ഈ ആക്ഷൻ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ
കാനോണിക്കൽ LLR ടേബിൾ കൺസ്ട്രക്ട് ചെയ്തിട്ട് ഇതിൽ നിന്ന് മോഡിഫിക്കേഷൻ വഴി ഈ ഒരു LALR പാഴ്സിംഗ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാം. രണ്ട് അപ്രോച്ചുകളും നമുക്ക് കുഴപ്പമില്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മെത്തേഡ്സ് ആണ്. The collection of set of items constructed in step 3, that is after merging course, is called LALR1 collection. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അൽഗോരിതത്തിൽ മൂന്ന് സ്റ്റെപ്പ് പറഞ്ഞു. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ സെറ്റ് ഓഫ് LR1 ഐറ്റംസ് കൺസ്ട്രക്ട് ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പ് കോമൺ കോർ ഉള്ളവരെ ഐഡൻറ്റിഫൈ ചെയ്തു, നമ്മൾ മെർജ് ചെയ്തു. ഈ മെർജ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന സെറ്റ്, അതിനെയാണ് നമ്മൾ LALR1 കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡിൽ അൽഗോരിതം ഉപയോഗിച്ച് നമ്മൾ പാഴ്സിംഗ് ടേബിളിൻ്റെ ആക്ഷൻ പാർട്ടും ഗോ ടു പോർഷനും കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പാഴ്സിംഗ് ടേബിൾ നമ്മൾ പറയുന്ന പേരാണ് LALR പാഴ്സിംഗ് ടേബിൾ. ഇനി പാഴ്സിംഗ് ആക്ഷൻ കോൺഫ്ലിക്ട്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്രാമറിനെ LALR1 ഗ്രാമർ എന്നും പറയാം. സോ ദാറ്റ്സ് ഓൾ ഓഫ് LALR1 parsing table construction. Thank you.